അപ്പോൾ നമുക്ക് വാഹനം ഇടിക്കുന്നവരെല്ലാം കൊലക്കേസ് പ്രതിയാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ഭേദഗതി വേണമെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിലാണ് അത് പാസ്സാക്കേണ്ടത്. നമുക്കതിനുള്ള അധികാരമില്ല. എന്തായാലും താങ്കളുടെ ആശയം നല്ലതാണ്. തീരെ ആളെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആളുകൾ മാറുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കഴിയും നമുക്ക്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക കേസ് പോലെ ചാർജ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളുള്ളത് പോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത് താങ്കൾ പറഞ്ഞത് KSRTC ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. ഇൻഷുറൻസിൻ്റെ കാര്യം KSRTC തന്നെ ഒരു അപേക്ഷ കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് ചെയ്തത്. 10,000 വണ്ടിയുണ്ട്. എല്ലാത്തിനും കൂടെ ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ശമ്പളം തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഘട്ടം ഘട്ടമായി നമ്മൾ ഇൻഷുറൻസിലേക്ക് വരാം. പക്ഷേ അതിൽ താൽക്കാലികമായി കോടതി തന്നിരിക്കുന്ന ഒരു ആശ്വാസമാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ആ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ തൽക്കാലം പോകുന്നില്ല. കാരണം നമുക്കിത് പല വണ്ടികളും സ്ക്രാപ്പ് ചെയ്ത് കളയേണ്ട വണ്ടികൾ, പുതിയ വരുന്ന വണ്ടികൾക്ക് മുറയ്ക്കനുസരിച്ച് പഴയ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ ലോക്കൽ ഓടുന്ന വണ്ടികളിലാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ സിക്കറ്റിൽ നിന്ന് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെസ് ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സെസ്സിനെ ഒരു പ്രത്യേക ഫണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബസ് പറഞ്ഞ 4 പേർക്കും ഈ സെസ്സിൽ നിന്നും 4 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചത്. ഈ സെസ് പണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ്. സെസ് ടിക്കറ്റിനൊപ്പം സെസ് പിരിക്കുകയും യാത്രക്കാരൻ്റെ സെസ് പിരിക്കുകയും അതൊരു വലിയ സംഖ്യയായി ഒരു തരത്തിൽ സൂക്ഷിക്കുക. അതായത് എല്ലാ വർഷവും ക്യാരി ഓവർ പോകത്തക്ക രീതിയിൽ പ്രത്യേക ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും അതിൽ നിന്ന് നഷ്ടപരിഹാരം റെയിൽവേ കൊടുക്കുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ ഒരു അപകടം സംഭവിച്ച് മരിച്ചാൽ ഇത്ര ലക്ഷം രൂപ അതിൽ ഫിക്സഡാണ്. ആ ഫിക്സഡ് എമൗണ്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പം ഈ സെസ്സിൽ നിന്നും പണം ഞങ്ങൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി അതിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നു.